നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന് ഔദ്യോഗിക വാഹനമായി. മുൻ മന്ത്രി വി എൻ വാസവൻ ഉപയോഗിച്ച വെള്ള നിറത്തിലെ ഇന്നോവ ക്രിസ്റ്റയാകും വി ഡി സതീശൻ ഉപയോഗിക്കുക. മുൻ സർക്കാരിന്റെ കാലത്തെ ഏറ്റവും ഓട്ടം കുറഞ്ഞ കാറാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രിക്ക് നൽകിയിരുന്ന ഒരു ക്രിസ്റ്റ കൂടി വി ഡി സതീശൻ ഉണ്ടാകും. കറുത്ത എസ്കോർട്ട് വാഹനങ്ങൾ ഉണ്ടാവില്ല. നിയുക്ത മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കറുത്ത വാഹനങ്ങൾ പോലീസിന് തിരിച്ചയച്ചിട്ടുണ്ട്. ടി വി പ്രസാദ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ടി വി പ്രസാദ്, മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തെക്കുറിച്ചുള്ള ധാരണയായി കഴിഞ്ഞു. Z+ കാറ്റഗറി പ്രൊട്ടക്ഷൻ ആണുള്ളത്. ഇപ്പോൾ നമ്മുടെ ടി വി പ്രസാദ് നിൽക്കുന്ന കാറിലാണ് ഇനി 1ാം നമ്പർ കാറായി മാറുന്നത്. വി എൻ വാസൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാറാണ്. പുതിയ കാർ വാങ്ങുന്നില്ല എന്നത് നല്ല തീരുമാനം. കാറുകളെല്ലാം ഒരുങ്ങിയോ വി ഡി സതീശനും മന്ത്രിമാർക്കുമായി? ടി വി പ്രസാദ്. അരുൺ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ കാറുകളുടെ ബഹളമാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന തിരുവനന്തപുരം ഗസ്റ്റ് ഹൗസിലാണ്. ഗസ്റ്റ് ഹൗസിൽ നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ മറ്റ് മന്ത്രിമാരും എല്ലാവരും ഉപയോഗിച്ച വാഹനം ടൂറിസം വകുപ്പിന് കൈമാറിക്കഴിഞ്ഞു. ആ വാഹനങ്ങൾ ക്രമീകരിക്കേണ്ട ഒരു തീരുമാനം പൊതുഭരണ വകുപ്പിൽ നിന്ന് വന്നിട്ടുണ്ട്. അതിൽ വി എൻ വാസവൻ ഉപയോഗിച്ച കാറാണ് ഇതിൽ മുഖ്യമന്ത്രി ഉപയോഗിക്കാൻ പോകുന്നത്, വി ഡി സതീശൻ ഉപയോഗിക്കാൻ പോകുന്നത്. വി ഡി സതീശന് 12ാം നമ്പർ കാറാണ് നേരത്തെ വാസവൻ ഉപയോഗിച്ചത്. അത് ഉപയോഗിക്കാനുള്ള കാരണം നേരത്തെ വാങ്ങിയതിൽ ഏറ്റവും കുറവോടിയത്, നേരത്തെ അരുൺ പറഞ്ഞതുപോലെ 6000 കിലോമീറ്ററിൽ താഴെ മാത്രമാണ് ആ വാഹനം ഓടിയത്. അതുകൊണ്ട് തനിക്ക് പുതിയ വാഹനം വേണ്ടതില്ല. മാത്രവുമല്ല, കളർ കറുപ്പ് വേണ്ട, വെള്ള മതി എന്ന തീരുമാനം ആ വി ഡി സതീശൻ എടുക്കുകയായിരുന്നു. മാത്രമല്ല, പോലീസ് വാഹനങ്ങളുടെ കാര്യത്തിൽ എണ്ണത്തിൽ വലിയ വ്യത്യാസം വരും. മുന്നിലും ബാക്കിലും ഓരോ പോലീസ് വാഹനങ്ങൾ മാത്രമാണ്. അതും Z+ കാറ്റഗറി ഉള്ളതുകൊണ്ട് പോലീസ് മേധാവി അങ്ങോട്ടേക്ക് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് പിറകിൽ ഒരു വാഹനം കൂടി ഏർപ്പാടാക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടേക്ക് എല്ലാ വാഹനങ്ങളും എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ടൂറിസം വകുപ്പിൻ്റെ തിരിച്ച് കിട്ടിയ വാഹനങ്ങൾ ഇവിടെയാണ് ഇവർ സൂക്ഷിച്ചിരിക്കുന്നത്. ഇതിലിപ്പോൾ 12ാം നമ്പർ വാഹനം വി എൻ വാസവൻ ഉപയോഗിച്ച വാഹനം മറ്റ് ചില്ലറ പണികൾക്ക് വേണ്ടി പുറത്തേക്ക് കൊണ്ടുപോയി എന്നാണ് മനസ്സിലാക്കുന്നത്. ബാക്കി എല്ലാ വാഹനങ്ങളും ഇവിടെയുണ്ട്. നമുക്കറിയാവുന്നതുപോലെ 1ാം നമ്പർ കാർ ഉപയോഗിക്കുന്നത് മുഖ്യമന്ത്രിയാണെങ്കിൽ 2ാം നമ്പർ ഏറ്റവും വലിയ ഘടകകക്ഷിയുടെ നേതാവാണ് ഉപയോഗിക്കുക. സ്വാഭാവികമായി കുഞ്ഞാലിക്കുട്ടിയാണ് 2ാം നമ്പർ കാർ ഉപയോഗിക്കുക. 3ാം നമ്പർ അടുത്ത പ്രധാനപ്പെട്ട ഘടകകക്ഷി സ്വാഭാവികമായും പി ജെ ജോസഫിൽ നിന്ന് മന്ത്രിയാകുന്ന മോൻസ് ജോസഫ് ആയിരിക്കും സ്വാഭാവികമായും 3ാമത്തെ നമ്പർ. അങ്ങനെ 4 അടുത്ത ഘടകകക്ഷി. അങ്ങനെ പോയി ഓരോ മന്ത്രിമാരുടെയും പട്ടികയുണ്ടാകും. ആകെ 24 വാഹനങ്ങളാണ് വേണ്ടത്. മുഖ്യമന്ത്രി അടക്കം 21 മന്ത്രിമാർ, സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, ചീഫ് വിപ്പ്. അപ്പോൾ 21 വാഹനങ്ങളും സത്യപ്രതിജ്ഞ നടക്കുന്ന ദിവസം, അതായത് നാളെ രാവിലെ ആ പന്തലിൽ ഒരുക്കും എന്നാണ് പൊതുഭരണ വകുപ്പിൽ നിന്ന് കിട്ടുന്ന വിവരം.